വിളിച്ചിരിക്കാൻ എല്ലാവർക്കും ഒരു ദിവസം ഗെയിം നമ്മൾ വന്നൊക്കെയാണ് മണി സിമുലേറ്റർ ബ്ലോക്ക് വില്ലേ. സോ കഴിഞ്ഞ വീഡിയോയില് നമ്മള് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മൾ ഈ ഒരു സിറ്റി ഉണ്ടല്ലോ, ഈ സിറ്റിയിലേക്ക് നമ്മൾ വേറെ ഇവിടുന്നോ ബോട്ടിൽ വന്നു, വേറെ ഏതൊരു രാജ്യത്ത് നിന്ന്. നമ്മൾ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും നമ്മുടെ കയ്യിലുണ്ടായില്ല. ആൻഡ് നമ്മളിപ്പോ കറന്റ് കഴിഞ്ഞതില് നിങ്ങൾ കണ്ടു നിർത്തുമ്പോ നമ്മുടെ വീട് ഇതാണ്. ഇവിടെയുള്ള ഒരാൾ നമുക്ക് ഈ താമസിക്കാൻ തന്ന സ്ഥലമാണിത്. ആകെ ഒരു ബെഡും പിന്നെ എന്താ ഡെസ്കും പിന്നെ ഒരു ലൈറ്റും വേറെ ഒന്നുമില്ല വീട്ടില്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് $0 നമ്മുടെ ബൈക്ക് നമ്മുടെ ഒരു ബൈക്ക് നമ്മൾ വാങ്ങിണ്ടായി. കണ്ടാ, ഇതാണ് നമ്മൾ അപ്ഗ്രേഡും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ബൈക്ക്. ആൻഡ് ഈ ബൈക്ക് ആക്ച്വലി ഉണ്ടല്ലോ നമ്മൾ വിൽക്കാനും കൂടി ഇട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇതിലൊരു മൊബൈൽ ഉണ്ട്, ഇതിൽ നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിലാണ് ഓഫർ കാണാൻ പറ്റും. നോ ഓഫർ. അയ്യോ, ഇത് കാറല്ലേ, അതേടാ കിടക്കണു. ഓഫർ കണ്ട $2500 നമ്മൾ ഇട്ടേക്കണേ. വല്ലവരും ചിലപ്പോ വരുമായിരിക്കും, വരില്ലായിരിക്കും. നമ്മൾ ഈ വണ്ടി ചപ്പിളിപൊളി വണ്ടിയായിരുന്നു, ഇതെടുത്ത് നമ്മൾ മോഡിഫൈ ചെയ്തു. ഇനി ഇത് വിറ്റ് കുറച്ചും കൂടി പൈസ നമ്മൾ ഉണ്ടാക്കും. അതിന്ന് കുറച്ചും കൂടി നല്ല വണ്ടി വാങ്ങുമായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം നമുക്ക് നമ്മുടെ വല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മുടെ കറന്റ് പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ കറന്റ് നമ്മുടെ കയ്യിൽ $158 $158 വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതിലാണെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും പണിയാണല്ലോടാ എന്റെ അമ്മേ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലേ നമ്മുടെ ഡെലിവറി ആപ്പ് ഉണ്ട്, ഇതിന് നമ്മുടെ കയ്യിൽ സ്പേസ് ഇല്ല. സോ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഫോൺ വേണമെങ്കിൽ $200. അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല വൈദവൈ. സോ എനിക്ക് തോന്നുന്നു നമുക്ക് പണിയാണല്ലോടെ മൊത്തത്തില്. നമ്മളെങ്ങനെ നമ്മുടെ ഒരു ജോബ് ഉണ്ടായിരുന്നു, അതും പോയി. ആ മെസ്സേജ് വന്നു. ഇതാണ് പറഞ്ഞടാ ലക്ക്, നമുക്ക് സാധനം കിട്ടി. സോ അളിയൻ വന്നു. ദേടാ ആള് വാങ്ങാന്ന് കണ്ടാ, വണ്ടി ആ പൈസക്ക് വാങ്ങാന്നാണ് ആള് പറഞ്ഞേ. അപ്പൊ നമ്മള് രക്ഷപ്പെട്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് നമ്മുടെ ബൈക്ക് വിറ്റിട്ട് വരാം. ഈ ബൈക്ക് വിറ്റിട്ട് നമ്മള് വേറെ നല്ല ബൈക്ക് വാങ്ങുമായിരിക്കും. ഇവിടെ എവിടെയും മീറ്റ് ചെയ്യാന്നാണോട് അളിയൻ പറഞ്ഞേ. ആളെവിടെയാടാ വരിക? ആളിവിടെ വരില്ല, അതോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം? ആളെ കാണാനില്ലോടാ, ആള് പോയി. ഇനി അത് ശരി, മീറ്റിങ്ങിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആള്. ആളി എവിടെയോ ഉണ്ട്. എടാ ഞാൻ അതെ ഇയാളാണ് നമ്മുടെ വണ്ടി വാങ്ങാൻ പോണേ. മച്ചാനെ വണ്ടി സൂപ്പർ വണ്ടിയാട്ടാ. ഓഫർ ഇവര് പറയുന്നത് 1400. ഞാൻ 1000. ആപ്പില് 2500 അല്ലേ? ഇതേ വേറെ ആള്. എന്റെ അമ്മേ, ഓഫർ 2400 പറ്റൂടെ? 2500 ആയിക്കോട്ടു. 2000 2400. 2500 പറ്റില്ല. എടാ വണ്ടി വാങ്ങി തന്നെ ആ സംതിങ്ങിനാണ് 2300. എന്റെ അമ്മോ, 2270. ഓ ഭാഗ്യം. സോ ഡീലായിട്ട് സാധനം വിറ്റു. വണ്ടി കണ്ട സേവ് 3000. എന്നിട്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനാ പറയണേ. അളിയൻ വണ്ടിയും കൊണ്ട് പോയിട്ടാ. എടാ ഇതൊന്നല്ല, ആദ്യം നമുക്ക് പോണ്ടതേ ടെക് സ്റ്റോറിലേക്കാ. ഓക്കെ, ടെക് സ്റ്റോറിൽ പോണടാ. ടെക് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് വേറൊരു വണ്ടി വാങ്ങണം. അതിന് കുറച്ച് പൈസ എന്തായാലും ഉണ്ടാക്കണം. അതിന് മുന്നേ നമുക്കൊരു ഫോൺ വാങ്ങണടാ. ഫോൺ വാങ്ങാണ്ട് ഒരു പരിപാടി നടക്കില്ല. ആ വണ്ടിയും കൊണ്ട് പോകും. ഫോണില്ലെങ്കിൽ എടാ ഈ നാട്ടില് ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലെങ്കിൽ ഒരു എന്റെ അമ്മോ, ഈ കട ക്ലോസ്ഡ് ആണ്. എന്ത് ചെയ്യാനാടാ? ബസ് സ്റ്റോപ്പിൽ കയറാം, ബസ് കയറി തിരിച്ച് വീട്ടിൽ പോവാം. സോ നാളെ വരാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൽ സ്ഥലം ഇല്ലടാ. ഫോണിൽ സ്ഥലം ഇല്ലാണ്ട് പിന്നെ എങ്ങനെ ജീവിക്കാനാണ്? അങ്ങനെ പൈസ ഉണ്ടാക്കാനും പറ്റില്ലല്ലോ. ഇവിടെ നിക്കാം, ഇന്ന ബസ് വരുമെന്ന് അറിയില്ല. എടാ നമുക്കിപ്പോ കറന്റ് നമ്മുടെ ഈ ഒരു ബൈക്ക് ഒന്നുകൂടി വാങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഡെലിവറി ജോബ് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം. അതാണ് നല്ലത് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് മറ്റേ ഒരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇവന്റെ അടുത്ത് മീറ്റ് ചെയ്യാം. ഇവനെ പോയി മീറ്റ് ചെയ്യട്ടെ. ഇപ്പൊ വണ്ടിയൊന്നും ഇല്ലാണ്ട് ഒരു പരിപാടി ആകില്ല. ഡെലിവറി ജോബ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പൈസ ഉണ്ടാക്കിയാ നമുക്ക് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ഇവന്റെ 2000 തൊട്ട് ഒരു 1000 സംതിങ്ങിനെ വണ്ടി വാങ്ങിച്ചാലേ കുറച്ച് പൈസ ആയില്ലോ. നോക്കി നോക്കാടാ, നമുക്ക് എന്തേലും ഒരു വഴി ഉണ്ടോ നോക്കാം. വണ്ടി എക്സ്ട്രാ വിലക്കൊന്നും വിൽക്കാൻ പറ്റില്ല. നമ്മൾ കാർ ഫോർ സെയിലൊക്കെ കളിച്ചോണ്ട് കാർ സെയിൽ ചെയ്യണ പോലെ, ഐ മീൻ വണ്ടിയൊക്കെ സെയിൽ ചെയ്യാൻ നമുക്ക് നന്നായി അറിയാം. അത് വേറെ കാര്യം. നോക്കി നോക്കാടാ, നമുക്ക് അവിടെ എത്തട്ട് നിന്ന്. ഓക്കെ, പെട്രോൾ പമ്പിലാണ് വണ്ടി വിൽക്കണം. നല്ല കാര്യം. അതേടാ, നേരത്തെ കാലത്ത് എത്തിക്കോടാടാ. അവന്റെ എത്ര പറയണേ? ഒരു ഓഫർ പറയാം. 1500 തൊട്ടങ്ങ് തുടങ്ങാം. 1650. 1700 ചേട്ടാ. 1750 ഡീൽ ചെയ്തിട്ടുണ്ട്. 2000 പറഞ്ഞ സാധനം 1000ക്ക് കിട്ടി. ഇതും ക്ലോസ് ചെയ്തേക്കാണ്. അതേമേ ഒരു മിനിറ്റ് അളിയാ, ഞാനേ മൊബൈലിൽ നിന്ന് ഈ ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യട്ടെ.
എന്നാലേ നമുക്ക് പരിപാടി നടക്കുള്ളൂ. ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, ഡെലിവറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് പൈസ ഉണ്ടാക്കാം. ബാക്കി പിന്നെ മനസ്സിലായില്ലേ? ഊബറാ ഊബർ ആപ്പ് ഡൗൺലോഡ് ചെയ്താലോ? ആകെ ഇതിൽ ഇത്ര മെമ്മറിയല്ലേ ഉള്ളൂ. നിങ്ങൾ ആ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടില്ലേ? അത് പോയി കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചേന്ന്. ഊബർ ഇതെന്താണ്? എടാ ഇത് എനിക്ക് പോവാനാണാ? ഇതെന്തിനാടാ എനിക്ക് പോവാൻ ഊബറിന്റെ ആപ്പിന്റെ ആവശ്യം? അടിപൊളി. എന്തായാലും നമുക്ക് ഡെലിവറി തന്നെ ചെയ്യാടാ. ഇന്നിപ്പോ രാവിലെയായി. ഇത് 11 മണിക്കാ തുറക്കുള്ളൂ എന്നാ പറയണേ. ഇപ്പൊ എത്ര മണിയായിടാ? സമയം 7 മണിയായിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഡെലിവറി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടേ ഡെലിവറിക്ക് പോവാം. നല്ല പൈസ കിട്ടും നമുക്ക്. ഏത് നമ്മൾ ഇതിലാണ്? ഇപ്പൊ ഡെലിവറി ഒന്നും ഇല്ലേ? ലെറ്റ്സ് ഗോ. ഡെലിവറിക്ക് പോയിട്ടേ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫോൺ അപ്ഗ്രേഡ് ചെയ്യാം. അതാണ് നമുക്ക് ആദ്യം ചെയ്യണ്ടേ. അത് കണ്ട് ബാക്കി പരിപാടി നോക്കാം നമുക്ക് ഇതില്. പിന്നെ പോയി 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 കുറച്ച് പൈസ ഉണ്ടാക്കാലോടാ. സാധനം എടുത്തോ. പോട്ടെ 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 പോട്ടെ. ഇവിടെ എന്റെ അമ്മയെ ചത്ത്, അളിയൻ ചത്ത്. സോറി ചേട്ടാ, സ്വിഗ്ഗിയുടെ ചേട്ടൻ മറിഞ്ഞു വീണു വണ്ടി വന്ന്. ഇത് എവിടെയാണ് എന്റെ പൊന്നളിയ ഇവൻ നിക്കണേ? ഇതാണ് ഇതിലെ പ്രശ്നം. ഇവനൊക്കെ ഏതേലും കാട്ടിൽ എന്നിട്ട് ഇത് ഓർഡർ ചെയ്യണേ. എങ്ങനെ ഇവനൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യണേ? ഇവനെവിടെയാണ് നിക്കണേ? ഇവൻ നിനക്കൊക്കെ മര്യാദയ്ക്ക് നിന്നൂടാണ്. എന്നാ നിന്റെ ഡെലിവറി കാട്ടുമുക്കിലൊക്കെയാണ് ഓർഡർ ചെയ്യണ സാധനങ്ങള്. എങ്ങനെ കൊണ്ടുകൊടുക്കില്ല? എന്റെ അമ്മേ ഇവൻ കണ്ടോട്ടാ, ഏതേലും കാട്ടുമുക്കിലായിരിക്കും ഇവനൊക്കെ നിക്കണേ. സ്വിഗ്ഗിയുടെ അല്ല, നമ്മുടെ മെക്ഡൊണാൾഡ്സിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മെക്ഡൊണാൾഡ്സ് ഓർഡർ ചെയ്തേണു ഒരു പൊട്ടൻ. എന്നാ അവന് കടയിൽ കയറി കഴിച്ചാൽ മതി. മെക്ഡൊണാൾഡ്സിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവൻ അതങ്ങ് ഓർഡർ ചെയ്ത് കഴിച്ചില്ലെങ്കിൽ അവന്റെ വിശപ്പ് മാറില്ല. അവന്റെ ആ കഴപ്പ് അമ്മ ഇതേ കിടക്കണു. മെക്ഡൊണാൾഡ്സിന്റെ ബർഗർ പോസ്റ്റിന്റെ മുകളിൽ തെറിച്ചു പോയിട്ട് വീലടിക്കാൻ പറ്റും. ഇതേ പോണവൻ വീലടിച്ചിട്ട്. എന്റെ അമ്മേ, നിങ്ങളുടെ സ്വിഗ്ഗിയുടെ ആളിങ്ങനെ വരുന്നെങ്കിൽ ആലോചിക്കേ. എടാ പെട്ടുകേട്ടാ, ഞാൻ സൈക്കിളിൽ വരെ ഇതിലും നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇത് വളരെ മോശം. സമയം കഴിഞ്ഞതാണ്. ഈ ലൊക്കേഷൻ നമ്മുടെ വീടുള്ള സ്ഥലമായോണ്ട് പറയല്ല. ഏത് കാട്ടിലാണ് ഇവരൊക്കെ ഇരിക്കണെന്ന് എനിക്കറിയില്ല. നീയൊക്കെ എന്തിനാണ് മെക്ഡൊണാൾഡ്സിന്റെ സാധനങ്ങൾ തന്നെ തിന്നണേ? ഇവിടത്തെ അല്ലേ ഇലയും പറിച്ച് തിന്നാ പോരി കാട്ടിലെ. $900 കണ്ടാ. ഇപ്പൊ നമ്മുടെ കയ്യില് $900 എന്തോരം പൈസ കിട്ടിയെന്നറിയാം ഡെലിവറിന്ന്. സോ നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ടെക് സ്റ്റോറിലേക്ക് 900ന്റെ ഫോൺ അങ്ങ് വാങ്ങാൻ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. ഏത് അത്രേ ഉള്ളൂ. ആണ് നമ്മുടെ ലക്ഷ്യം. ചേട്ടാ, കടയിലുള്ള ലേറ്റസ്റ്റ് ഫോൺ അങ്ങ് തന്നെ. ലേറ്റസ്റ്റ് ഫോൺ, ഏറ്റവും വില പിടിച്ചത് 900. എടുക്ക് ചേട്ടാ. പണ്ട് ഞാൻ വന്നപ്പോ നിങ്ങൾക്ക് ഒരു പുച്ചായിരുന്നില്ലേ? എടുത്തു കണ്ടാ. iPhone 18 Pro Max എടുത്തു നമ്മള്. കണ്ടാ, ഫോൺ മാറി. ഇനി പവർ തന്നെ. ഡെലിവറി ആപ്പ്, വെഹിക്കിൾ സെയിൽ ആപ്പ്, ക്രിപ്റ്റോ ആപ്പ്, ഇതൊക്കെ എന്തിനാന്നോ എന്തോ, കിങ്ഡിൻ എല്ലാം എടുത്ത്. കണ്ടാ, ഇനി ഒരുത്തന് നമ്മോട് ചോദിക്കില്ല. ബാങ്ക് ആപ്പ് എല്ലാം ചളിതറ. ഇനി ക്രിപ്റ്റോ ഒക്കെ വാങ്ങാൻ പറ്റുവാടാ. ക്രിപ്റ്റോ വാങ്ങാൻ പറ്റും നമുക്ക്. കണ്ടാ, 700 രൂപ. ജിമ്മ് കയ്യിലെത്ര രൂപയുണ്ട്? പൈസ മൊത്തം എടുത്തങ്ങ് വാങ്ങാലേ. വാങ്ങി പ്രോഫിറ്റ് ഒന്ന് സെയിൽ ചെയ്യാടാ. ബാക്കിയൊക്കെ പിന്നെ കേറിയടാ മച്ചാനെ. ഈ ഫുഡ് ഡെലിവറി വന്നാ ബൈക്ക് മാറി ഇനി കാറിലും വരട്ടെ. നമ്മള് എടുത്തോ. 2 സാധനം മതിയടാ. 2 സാധനത്തിന് 211. ലാഭം കണ്ടാ. ഇന്ന് തന്നെ റിച്ച് ആയിട്ടുള്ള കാര്യമുള്ളൂടാ. ഞാനൊരു ദിവസം നമ്മൾ വാൾമാർട്ട് പോലത്തെ ജോലിക്ക് വേണം. പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഡു ലൈക്ക്. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ ചിലപ്പോ എന്റെ അമ്മേ ചിലപ്പോ നമ്മുടെ പയ്യൻ പെട്ടെന്ന് തന്നെ റിച്ച് ആവും. ചേട്ടാ, മലയും കുന്നും കയറിയിട്ടാണ് അളിയൻ പോണേട്ടാ. ഇതാണ് അളിയന്റെ ജീവിതം. പൈസ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകും. എടാ, റേസ് സൈക്കിളിന്റെ ആളായിട്ട് റേസ് ചെയ്യാൻ പറ്റും. 500 രൂപ കിട്ടൂടാ. 500 രൂപ എന്താ കിട്ടും സൈക്കിൾ റേസ് ചെയ്താ? $500. ഇവനെന്തോന്നറിയ, ഈ വീട്ടിലെ ഇവർ തീറ്റ പണ്ടാരാന്നുകൊണ്ട് എല്ലാ ദിവസവും ഓർഡർ ചെയ്യും. എല്ലാ ദിവസമല്ല, 2 സെക്കൻഡ് കൂടുമ്പോ ഓർഡർ ചെയ്യും. എടാ, സൈക്കിൾ റേസ് ചെയ്യാൻ പറ്റുവാടാ ബൈക്ക് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവന്റെ പണി ഇതാക്കും. വാടാ റെഡിയാക്കാം. വാ. ഇല്ലടാ, സൈക്കിൾ തന്നെ വേണടാ. സൈക്കിൾ തന്നെ വേണമെന്നുള്ള പറയണേ. സൈക്കിൾ വേണമെച്ചാ സൈക്കിൾ എടുത്തിട്ട് വരും നമ്മള്. ഏത് അതൊക്കെ അത്രേ ഉള്ളൂ. അറിയാലോ, വാശി കയറ്റി കയറ്റിയാ പിന്നെ നമ്മള് ഭയങ്കര സീനാട്ടാ. പക്ഷെ ഉറങ്ങിയില്ലെങ്കിൽ പറ്റില്ല എന്നാ പറയണേ. വെയിറ്റ് ചെയ്യടാ, ഉറങ്ങിയിട്ട് വരാം. ഇല്ല ശരിയാവില്ല. എന്റെ വീട് ഉറങ്ങിയിട്ട് റേസ് ചെയ്യാടാ. $200 ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ നമ്മള് പൈസക്കാരനാൻ പോവാ. മനസ്സിലായ? എണീക്ക്. ലോ എനർജിയാ പോരെ ഇത്. ഇതിനു മുന്നേ നമ്മള് സൈക്കിൾ റേസ് ജയിച്ചിട്ടുണ്ടായിരുന്നു. സൈക്കിൾ റേസ് ഉണ്ടോടാ അവിടെ?
അവിടെ എന്താ നമ്മുടെ ലോകത്തിന് എന്തോ പറ്റിയെന്നതോണെ എടാ സൈക്കിൾ റേസിൽ ഈ പെട്ട് അവനൊക്കെ പോയടാ. സൈക്കിൾ റേസ് ഒന്നും ഇല്ല. ശ്രദ്ധിച്ചങ്ങള് സൈക്കിളും കൊണ്ട് അളിയാനൊക്കെ പോയി. സോ നമ്മൾ കുറച്ചും കൂടി നേരം കിടന്നുറങ്ങി. സൈക്കിൾ റേസ് ഒന്നും ഇല്ല. സൈക്കിളൊക്കെ കഴിഞ്ഞ് ഇനി നാളെ വരുമായിരിക്കും. എന്റെ അമ്മ ഇടിയും മഴയും. ഈ സിറ്റിയിൽ ഇടിയും മഴയൊക്കെ ഉണ്ടാ. നിക്ക് സൈക്കിൾ റേസ് തിരിച്ചു വന്ന്. എടാ പൊന്നളിയാ, നമ്മളിന്ന് അവനെ പിന്നെയും വെട്ടിക്കൂടാ. പക്ഷെ സൈക്കിൾ റേസ് ചെയ്യണമെങ്കിൽ പൈസ വേണമെന്നുകൊണ്ട് അതുപോലും നമ്മുടെ കയ്യിലില്ല. നമുക്ക് ആദ്യം ബൈക്ക് എടുത്തിട്ട് വേറെ എന്തെങ്കിലും പണി ചെയ്യാം. സോ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം. സൈക്കിൾ റേസിന് മുന്നേ $500 വേണടാ. സൈക്കിൾ റേസിന് മനസ്സിലായ $500 വേണം. എന്നാലേ നമുക്ക് വരുള്ളൂ. ക്രിപ്റ്റോയിലല്ല ലാഭം ഉണ്ടായ. വാങ്ങിയത് $54, പ്രോഫിറ്റ് $1. ബെസ്റ്റ്. ഭയങ്കര ലാഭമാണല്ലോടാ. അത് പോട്ടെ. വന്ന് $200 വന്ന് പൈസ ഉണ്ടാക്കടാ നമുക്ക്. $200 ഉണ്ടാക്കിയിട്ടുള്ള കാര്യം തന്നെ. ഫോൺ ടോപ്പ് സാധനം ഇപ്പൊ നമ്മള് വാങ്ങി. ഇനി നമുക്ക് അതിനെ കുറിച്ച് പേടിക്കണ്ട. ബാക്കി പരിപാടികളെ കുറിച്ച് ആലോചിച്ചാൽ മതി. പോട്ടെ. ഇവനാരടാ? കണ്ടാ ഇവനെ കണ്ടാടാ. ഇവനെന്താ ആ കടയിൽ ഇരുന്നിട്ട് ഓർഡർ ചെയ്യണേ? നമ്മക്ക് ലാഭം. നമുക്ക് ഇപ്പൊ എന്താ പ്രശ്നം? KFCയുടെ കടയുടെ ഷോപ്പിന്റെ മുമ്പിൽ നിന്നിട്ട് KFC ഓർഡർ ചെയ്ത് കഴിക്കണു മണ്ടൻ. വെറുതെ ഡെലിവറി ചാർജും കൊടുത്ത് കാശിന്റെ കഴപ്പന്നെ. അല്ലാണ്ട് എന്താല്ലേ? ഇവനെ കണ്ട കോട്ടും സോട്ടും ഇട്ടിട്ടാ നിക്കണേ. നമ്മള് സംഭവം നമ്മള് ഡെലിവറി ഒക്കെ ചെയ്യണച്ചാലും കോട്ടും സോട്ടും ഊരി വെച്ചിട്ടുള്ള പരിപാടി നമുക്ക് ഇല്ല, അറിയാലോ. അത്രേ ഉള്ളൂ. കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാ നമ്മള് ഡെലിവറിക്ക് പോകുള്ളൂ. ഈ വണ്ടി എനിക്ക് വിൽക്കണം എന്നുണ്ട്. പക്ഷെ ഈ വണ്ടി വിറ്റാത്ര ലാഭമൊന്നും ഇല്ലടാ. അത് വേറൊരു അമ്മയെ ചത്ത്. വണ്ടി അവിടെ, ഞാനവിടെ. 2 മിനിറ്റിന് എത്താൻ പറ്റും. വണ്ടി ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഇതാണ് ഇതിലെ പ്രശ്നം. ഹെൽമെറ്റ് ഒന്നും വേണ്ടട്ടാ പയ്യന്. പോണത് 100, 110. കണ്ട ഇങ്ങനെ എവിടെ ഉണ്ട് ചേട്ടാ ഇതുപോലെ ഒരു ഡെലിവറി കിടക്കണ്. $500 ആയില്ലോടാ പൊന്നറിയ. 500 ആവണ്ടേ? പരിപാടി നടക്കില്ല. 500 കൊടുത്തിട്ട് വേണം റേസ് ചെയ്യാൻ. റേസ് ചെയ്യിച്ചാൽ $500 കിട്ടും. അങ്ങനെ $1000 ആവും നമ്മുടെ കയ്യിൽ. ഈസി മണിയാണല്ലോ ഒരു സൈക്കിൾ റേസ് എന്നൊക്കെ പറഞ്ഞ. അതാണ് ഞാൻ വിചാരിച്ചേ. അടുത്ത ഡെലിവറി ജോബ് എടുക്കാം. ചെറുത് മാത്രമല്ലോ നമ്മൾ. ചെറുതൊന്നും എടുക്കാറില്ല. വലിയ ഡെലിവറി പരിപാടികൾ മാത്രം നമ്മൾ എടുക്കാറുള്ളൂ. $100, $500 ഒക്കെ 3 പേർക്ക് കൊണ്ടുകൊടുക്കണം. പക്ഷെ വലിയ ലാഭമില്ല. ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് മറ്റേ കടയിൽ വർക്ക് ചെയ്യണ അടിപൊളി തന്നെയാ. പക്ഷെ ഇതിന്റെ ലാഭം എന്ന് പറഞ്ഞ ഇതാ. കടയുടെ മുമ്പിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുക ആൾക്കാര്. എടുക്കുക കൊടുക്കുക അത്രേ ഉള്ളു. കണ്ട ചുമ്മാ ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കണേന് നല്ല പൈസ കിട്ടും. കണ്ടതേ ഇവനൊന്നും വയ്യ ശരിക്കും പറഞ്ഞ. അങ്ങനെ നമ്മൾ $600 ആക്കി. ഇനി നമുക്ക് മറ്റേ പയ്യനോട് റേസിനുണ്ടായി വയ്ക്കാം. ഏത്? സോ നമ്മൾ വന്ന് കിടന്നുറങ്ങി. ഇവര് പറയണ $3000 ഉണ്ടാക്കിയിട്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനാ. അതെന്ന് കുറെ പൈസ ഉണ്ടാവും പറയണേ. അത് നല്ലൊരു പോയിന്റ് ആണ് ആക്ച്വലി. കാരണം അത്രയും പൈസ നമ്മൾ ഈ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നടാ. റേസ് ചെയ്യാനുള്ളവനൊക്കെ പോയി. വന്ന് രാവിലെ 6, 7, 8 മണി ആയി കഴിഞ്ഞാൽ അളിയൻ കറക്റ്റ് വരും. അവന്റെ സൈക്കിൾ കൊടുത്തിട്ട് റേസ് കണ്ട് വാടാ കൊച്ചെറുക്ക. അവന്റെ സൈക്കിൾ റേസ് കുറെ നേരായി. വാടാ $500 വാടാ. നിന്റെ പൈസ ഒന്നും തീർക്കില്ലോടാ മച്ചാനെ. പോട്ടേടാ അളിയ. പോട്ടെ. ഒരു മണ്ടത്തരം ഇല്ല. നോ മണ്ടത്തരം. എടാ അവൻ തട്ടിയിടാൻ നോക്കും. പക്ഷെ അതൊന്നും നോക്കണ്ട. ജയിക്കണം. ജയം മാത്രമായിരിക്കണം നമ്മുടെ മുന്നില്. അളിയാ പോട്ടെ. എടാ $500 ആട്ടാ ഇന്ന് കിട്ടാൻ പോണേ. ഇവിടെ പോടാ. അളിയനെ തട്ടി. ഇവിടെ പോടാ. എന്റെ പൊന്നെ ഇച്ചാതി. എടാ പോയിടാ. $500 പോയിടാ. എടാ പോയി. അതൊക്കെ എന്തോന്നല്ല. അവൻ പോലെ പോണ്ടായിരുന്നേ. എന്നിട്ട് അവൻ ജയിച്ചു. സീരിയസ്ലി പോലെ പോയിട്ട് ജയിച്ചടാ. എന്തേലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ നോട്ടെ. ഇല്ലടേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പണം പോയിട്ടുണ്ട്. വെറുതെ 500. എടാ അത് ഭയങ്കര ഷോക്കാട്ടത്. 500 നമ്മുടെ പോയത്. പക്ഷെ ഈ വണ്ടി വാങ്ങാണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പെട്ടുപോയടാ. എന്തായാലും കിട്ടി. പോയത് പോയി കിട്ടിയത് എന്ന് പറഞ്ഞാൽ മതി. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഡെലിവറി ആപ്പും വലിയ ക്രിപ്റ്റോ എല്ലാം കിട്ടുവോടെയോ? ഒന്നുമില്ല. നമുക്ക് ബാങ്കില് പൈസ പോയത് കാണിക്കണ്ടേ. ലോൺ എങ്ങാനും എടുക്കാൻ പറ്റൂ. എന്തിനാണ് ഇതിവിടെ കാണിക്കേണ്ട ആവശ്യം? എന്തിനാ? ഡെലിവറിക്ക് എന്നെ പോവാളിയാ. ഞാൻ $600 തിരിച്ചുണ്ടാക്കട്ടെ. കാരണം എന്തറിയോ, എന്നിട്ട് ഈ വണ്ടി
3000 നമുക്ക് ഇന്ന് എന്തായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. സോ ചെയ്തിട്ട് വരാടാ. ഓക്കെ എടാ, അല്ലെങ്കിൽ എനിക്ക് തോന്നേ വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടി നമുക്ക് അങ്ങ് സെയിൽ ചെയ്യാടാ. എന്നിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഓക്കെ സെറ്റ്. എന്നിട്ട് നമുക്ക് വണ്ടി വിറ്റും വാങ്ങിയും മാത്രം തന്നെ പൈസ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, വിറ്റും വാങ്ങിയും പൈസ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന്റെ ഒരു ഫോട്ടോ ഇത് തന്നെ കൊടുക്കാം. പൈസ ഒരു 2300. 2300 നമ്മൾ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ചുമ്മാ നമ്മുടെ വീട്ടിൽ പോയിരിക്കാം. ഈ വണ്ടി വാങ്ങാൻ ആര് വന്നാലും നമുക്കത് വിൽക്കാൻ വേണ്ടി. ഓക്കെ, അതാണ് എന്റെ പ്ലാൻ. അപ്പൊ ബാക്കി പരിപാടി നോക്കാം. പിന്നെ ആര് വന്നാലും നമുക്ക് പോയി വണ്ടി വിൽക്കാം. എത്ര രൂപയ്ക്ക് വിറ്റാലും ലാഭമാണെങ്കിൽ ഒരു 200 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു വണ്ടിയില് അത്രയും ലാഭമായില്ലേ. അപ്പൊ പിന്നെ ഒരു സിമ്പിളായിട്ട് അത്രയും പൈസ ഉണ്ടാക്കാം. വലിയ പണിയില്ല. നോക്കാം. വണ്ടി വാങ്ങി വണ്ടി വിറ്റ് വണ്ടി വാങ്ങി വണ്ടി വിറ്റാൽ മതിയല്ലോ. ഡെലിവറി ഒന്നും ഓടിച്ച് നടക്കണ്ടല്ലോ. അങ്ങനെ നേടെ ഒരുത്തൻ വന്നിട്ടുണ്ട് വാങ്ങാൻ. ഒരുത്തൻ വാങ്ങാൻ വന്നിട്ടുണ്ട്. അവനവിടെ എത്തുമ്പോ അവിടെ വെയിറ്റ് ചെയ്യണം എന്നുകൊണ്ട് ആള് വരാൻ ടൈം എടുക്കും. ഈ വണ്ടി നമ്മൾ പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ വണ്ടി നമ്മൾ കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ചൊരു $300 കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത് അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ നോക്കണേ. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ $1800 കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ തന്നെ ലാഭാ. മറ്റേ വണ്ടി ഞാൻ ശരിക്കും പണിത് പൈസ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും പല പൈസ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അവൻ വരുന്നാണ് പറഞ്ഞേക്കണേ. 1 o'clock വരുള്ളൂ. ഇത് എത്ര മണിയായി? 15. ഇത് 3 മണിയായില്ലേടാ എന്റെ അടിയാ. അപ്പൊ പിന്നെ എവിടെ ഇത് 3 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം പോയില്ലോ. ഇത് 16 ഇത് 1 o'clock ഒക്കെ കഴിഞ്ഞ്. കുഴപ്പമില്ല. അടുത്ത ആള് വരുമ്പോ നോക്കാം. അടുത്തൊരു പയ്യറിനെ കിട്ടിയിട്ടുണ്ട്. അത് നോക്കട്ടെ എത്ര മണിക്കാ വരിക. 3 o'clock. ഇതിപ്പോ സമയം ഓൾറെഡി 17 ഈ 1 3 എപ്പോഴാ? കുറച്ച് കഴിഞ്ഞിട്ടാന്ന് തോന്നൂലേ. നമുക്ക് വല്ല ഡെലിവറി ചെയ്യാം. അതാ നല്ലത്. നമ്മളെന്തായാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂടാ. അത് എന്റെ വാക്കാ. നമ്മളുടെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വാക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വിലയാ. നമ്മുടെ വാക്കിന് അമ്മാതിരി ലെവലാവും നമ്മളിന്ന്. എന്ത് ബിസിനസ്സാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പൈസ ഉണ്ടാക്കും എന്തായാലും നമ്മൾ ബിസിനസ്. $500 ആക്കി. അടുത്ത് നോക്കി ഇപ്പൊ 18. ഇത് എന്ത് ടൈമാടാ അത്? ഇനി 0-1 അങ്ങനെയാണ് തോന്നൂലേ. അങ്ങനെയായിരിക്കടാ. വണ്ടി എന്തായാലും വിറ്റ് കഴിഞ്ഞാ ഒരു $2500 ഒക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് അടുത്തൊരു ഡെലിവറിയും കൂടി നോക്കണം. ഒരു ചെറിയ ഡെലിവറി അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു $600 ആയി കഴിഞ്ഞാൽ എന്തായാലും കാര്യമില്ല. 600 പോരാ. നീ മനസ്സിലായടാ. നമ്മൾ ആദ്യം ഒരു ഓഫർ അങ്ങ് കയറ്റി വെക്കണം. ഓഫർ മനസ്സിലായ? ഓഫർ വെക്കുമ്പോ എപ്പോഴും വലിയൊരു ഓഫർ അങ്ങ് വെക്കണം. അതാകുമ്പോൾ ഞാൻ പേടിക്കും. വലിയ സംഭവമുള്ള ഒരുതം വന്നേക്കണമെന്ന് വിചാരിക്കും. അപ്പൊ പിന്നെ നമ്മളങ്ങ് രക്ഷപ്പെട്ട്. അതാണ് നമ്മുടെ ഐഡിയ. വലിയ ഓഫർ അങ്ങ് വെക്കണം. അവൻ വിചാരിക്കണം അവനേക്കാ വലിയ എന്ത് സംഭവം നമ്മളിന്ന്. വാങ്ങാണ്ടും കൂടി പോയി കഴിഞ്ഞാൽ തീർന്നു. അത് കഴിഞ്ഞ് $600 ആയി. ഇനി ഒരു 1000 2000 ആവുള്ളൂ. പക്ഷെ വണ്ടി എന്തായാലും $1500 വണ്ടി വിറ്റാലും 2000 സംതിങ് ആവുള്ളൂ. 3000 ആക്കാൻ പണി തന്നെയാടാ. നോക്കട്ടെ, സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫൈനലി നമ്മള് കുറച്ചു നേരം വെയിറ്റ് ചെയ്തടാ. ആളവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വണ്ടി വാങ്ങാനുള്ള ആള്. സോ ഇവിടെ ഇരിക്കുവാണ്. അതേടാ, ഫസ്റ്റത്തെ ആള് വന്ന്. മറ്റേ ആള് 3 മണിയാ പറയണേ. മച്ചാനെ 1500 പറയണേ. വണ്ടി ഓൾറെഡി കംപ്ലൈന്റ്. നമുക്ക് 2000 അങ്ങ് ഉറപ്പിച്ചാലോ. 2000 എത്രക്കാടാ വിറ്റേ? 2000 കൊണ്ട് 2000 വാങ്ങിക്കൊണ്ടുപോടാ. അത് എടാ അവര് പറഞ്ഞ ഓഫറിനല്ലെങ്കിൽ അവര് അതിന് തന്നെ അത് ലാഭയിലോടാ. അത് സീരിയസ്ലി അത് ഭയങ്കര ലാഭയിലോടാ. പറഞ്ഞ് ആ ഓഫറിന് തന്നെ വാങ്ങിയ 2000 രൂപയ്ക്ക് കാറ് വല്ല വാങ്ങാൻ പറ്റൂ. മിനിമം 4000 അല്ലേ കാറ് മിനിമം 4000. മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഉള്ളത്. സോ ഒരു വണ്ടിയും കൂടി ഇതുപോലെ വാങ്ങിയതായി കഴിഞ്ഞു. അല്ലടാ, എത്ര രൂപയ്ക്ക് ഞാൻ വണ്ടി വാങ്ങി? അത് മറന്നുപോയല്ലോ. 2000 സംതിങ്ങിനല്ലേ ഞാൻ വണ്ടി വാങ്ങി. വലിയ ലാഭമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. 1600 ഒരു വണ്ടി കണ്ടാ. ഇത് വാങ്ങിയാലോ? വാടാ, വാങ്ങാം. ലെറ്റ്സ് ഗോ. വാടാ, ഓടിപ്പോവാണ്ട് നമുക്ക് ഊബർ വിളിച്ചു പോക്കൂടെ? ഊബറിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അല്ലേ? ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എളുപ്പമായിട്ട് പോവാടാ. വെറുതെ എന്തിനാ? ഊബർ എത്തിയതേ ഇരിക്കണ്. ചേട്ടാ എന്നെ കൊണ്ടൊക്കെ. എടാ ഇത് ഈസി ആയിട്ടാ. ഊബറിലൊക്കെ യാത്ര $20 പോയാ എന്താ? നമുക്ക് നമ്മുടെ പരിപാടി നടന്നാ പോരെ. ഇറക്കടാ. ഞങ്ങൾ എന്നെ കൊണ്ട് പോണേ. വണ്ടി വിൽക്കാനും വാങ്ങാനും എന്തോ വന്നവൻ. പൊന്നളിയാ, 9 മണിക്ക് വരാന്ന് ഇവൻ പറഞ്ഞേക്കണേന്ന്. എന്റെ പൊന്നോ. എന്നാ പിന്നെ ഇനി വീട്ടിലോട്ട് തന്നെ പോവാം. ചേട്ടാ വീട്
വീട് 9 മണിയാകുമ്പോഴേക്കും വരാടാ. ഓക്കെ, എൻ്റെ അമ്മേ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ 5 മണിയായിട്ടുള്ളൂ. ഒരു 4-3 മണിക്കൂർ കിടന്ന് ഉറങ്ങാം. ഊബറിലുണ്ടില്ല ബൈ. ഇപ്പൊ ടൈം 6 മണി, 4 മണിക്കൂർ കിടന്ന് ഉറങ്ങാം. അപ്പോഴേക്കും മെസ്സേജ് അയക്കുന്നില്ല, നേരെ അവന്റെ അടുത്തേക്ക് പോവാം. അതാ പറ്റുള്ളൂ. നമ്മൾ വലിയ ബിസിനസിന്റെ ആൾക്കാരൊക്കെ അല്ലേ. 9 മണി എന്ന് പറഞ്ഞിട്ട് 10 മണിയാടാ ആളവിടെ ഉണ്ടാവൂ എനിക്കറിയില്ലട്ടാ. 9 മണി എന്നാ പറഞ്ഞ 10 മണിയായി. പക്ഷെ ആളവിടെ ഇല്ലെങ്കിൽ വെട്ട് നമ്മള് ഉണ്ടെങ്കിൽ വണ്ടി വാങ്ങി അങ്ങ് ഇറങ്ങണം നമ്മള് ക്ലാസ്സില്. എടാ ആളെ കാണാനില്ലല്ലോടാ. ഇതാരടാ ഇവൻ വന്നിട്ടില്ല ചേട്ടാ. പെട്ട്. എടാ ഇവിടെ റേസിനൊരു ചാൻസ് ഉണ്ട്. വെറുതെ റേസ് ചെയ്ത് ജയിച്ചാലോ. $500 റേസ് ചെയ്താലോ. വേണ്ട, $100 മതിയടാ. ഇപ്രാവശ്യം ഞാൻ ബുദ്ധിക്ക് കളിച്ചിരിക്കും. ഇപ്രാവശ്യം ഞാൻ ജയിക്കും. ദൈവമേ ജയിച്ചാൽ മതിയായിരുന്നു. ജയിക്കടാ 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 പ്ലീസ്. ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എടാ അവൻ എവിടെ ഇടിച്ച് അവൻ വീണ അവിടെ. ലാഭായിട്ടാ അവല്ലേ കളിക്ക്. ഈസി. എടാ ജയിച്ചടാ ഞാൻ. കിട്ടി 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 കിട്ടിയത് കിട്ടി. അത്രേ ഉള്ളൂ. ബാക്കിയൊന്നും എനിക്കറിയണ്ട. കിട്ടേണ്ട കിട്ടി നമുക്ക്. അത്രേ ഉള്ളൂ. എടാ എന്തേ പിന്നെ നിക്കണ്. ഇന്ന് ഞാൻ പൈസ ഉണ്ടാക്കിയുള്ള കാര്യം തന്നെ. ഇപ്രാവശ്യം നമുക്ക് 200 അടയ്ക്കാം. ഇതെവിടെയാ റേസ്? ഓക്കെ എടി ഇതൊക്കെ ഫേക്ക് കളിയാണ്. മാറിക്കട 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 മാറിക്കട. ഓട്ടെ വീലടിച്ചിട്ടാ ഞാൻ പോണേ. വീലടിച്ച് പോയ ഗുണുണ്ട് എന്നാണോ പറയണേ. എനിക്കറിയില്ല. $200 എന്തായാലും ഓൺ ദ മാർക്കാണ്. $200. എന്റെ അളിയാ ജയിക്കറിയാ ജയിക്കറ. നൂബേ അവന്റെ ജയിച്ച് എടി ഈസി ആയിട്ട് $3000 ഞാൻ ഉണ്ടാക്കിട്ട്. എടാ അതുണ്ടാക്കിട്ടാ ബൈക്കില്ലാന്നല്ലോ. $3000 ഉണ്ടല്ലോടാ എന്റെ കയ്യില്. സോ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ബിസിനസ് എടാ പിന്നെ അടുത്ത റേസാ. ഒന്ന് വെച്ചാല് $200 റേസ് വെച്ചാലോ. സ്റ്റാർട്ട് പണ്ണലാം. വാ പണ്ണലാം. ദൈവമേ ജയിച്ചാ മതിയായിരുന്നടാ. ഇതെന്റെ ഏരിയ. എന്റെ കഞ്ഞിമുക്ക ഏരിയ. ഇവിടെ ഞാൻ ജയിച്ചില്ലെങ്കിൽ വേറെ ആര് ജയിക്കാനാ. വീലടിച്ചു പോയി നമ്മൾ ജയിക്കുന്നട്ടാ തോണേ. അതാണ് ഈ ഗെയിം പറയണേ. ഫേക്കാണേ. ഇതൊക്കെ എന്ത് ഫേക്കടാ. അവൻ വീഴിയ സെക്കാവ് എന്തുണ്ടായി. എന്തേലും ആവട്ടെ, എനിക്കൊന്നും അറിയണ്ട. കിട്ടി ഇൻകമിംഗ് കോളാ. Well, damn, you really clawed your Oh, boss. Delivery rat to future mogul. I'm actually impressed. Yes, sir. Don't get used to it. You've got the coin, the grit, and probably enough questionable contacts to open up shop. Open your map, mark that empty shop lot, and make it yours. Time to go legit. Or as close as Brokeville gets. എടാ നമ്മളോട് പറയാണ് കട തുറക്കടാ പച്ചാനേന്ന്. ഇനി നമുക്കുണ്ട പേടി. എവിടെ ഏതാ കട? ഇതാണോ? അതിങ്ങനെ പ്ലെയർ ഇവരല്ലേ ഇവരേന്ന് പെയിന്റ് വാങ്ങാൻ. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്കൊരു വണ്ടി വേണം. നേരെ പോയിട്ട് കാറെങ്കിലും എടുത്താലോ ലോണിന്റെ പൈസക്ക്. ബിസിനസിന് എടുത്ത ലോണിന്. ചേട്ടാ ബ്ലാക്ക് പെയിന്റ്, ബ്ലൂ പെയിന്റ്, ഗ്രീൻ പെയിന്റ്, റെഡ് പെയിന്റ് ബ്രോ. പൈസ ഉണ്ട് വാങ്ങി. കട നമ്മൾ ഇനി കടയിൽ ലാഭം വരുന്നാണ് പറയണേ. ഈ 20,000 നമ്മൾ തിരിച്ചുണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ലാഭം. മനസ്സിലായ? ഇതാണ് ബ്രോക്ക്വില്ലെ ഷോപ്പ്. സെറ്റ്. പെയിന്റ് അടിച്ചോ. റെഡാണ് നമ്മൾ ചൂസ് ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല. റെഡ് അങ്ങ് ചൂസ് ചെയ്തു. അറിയാലോ എന്ത് കടയാന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നേരെ റെഡ് പെയിന്റ് എടുത്ത് അങ്ങ് പൂശി കടയങ്ങ് റെഡ് പെയിന്റ് കൊണ്ട് നിറച്ച്. ബാക്കി പെയിന്റ് പരിപാടിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇവര് പറഞ്ഞ പോലെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് തീർന്ന് സെറ്റ്. കമ്പ്യൂട്ടറും അങ്ങനെ പറയണേ. കമ്പ്യൂട്ടറും പെയിന്റും അടിച്ചു കഴിഞ്ഞാൽ സാധനമായ. നമ്മളിങ്ങോട്ട് സൂപ്പർ മാർക്കറ്റ് എന്തോടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. എന്റെ അമ്മോ ഷോപ്പ് അങ്ങ് ഇതാക്കി. ഇപ്പൊ നമ്മള് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഏതാ ലെവല്? അതൊരു 1.5 ലെവലായി ഉണ്ട്. എന്തായാലും നമ്മുടെ ലെവല് ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബാക്കി പരിപാടി കഴിഞ്ഞ്. ഇതെല്ലാം കൊണ്ടുവയ്ക്കട്ടെ. ഓക്കെ ഇവിടെ ഇട്ടാ മതി. ലോൺ എടുത്തോണ്ട് പിന്നെ അതിന്റെ കാര്യത്തിലൊന്നും ഒരു പേടിയും വേണ്ട. ലോൺ മാസം പേടിയില്ല. സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ കടയുടെ പേര്. ഇവിടെ എന്റെ അളിയ GT മാർക്കറ്റ് കിട്ട്. ഏത് ഇനി പ്രൊഡക്റ്റ് വെക്കണം. അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് കട ഈ ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പൊ നമ്മുടെ കയ്യിൽ ആക്ച്വലി എത്ര രൂപയുണ്ട്? നമ്മുടെ $12,000 ഉണ്ട്. അതുകൊണ്ട് കാറൊക്കെ വാങ്ങാൻ. പക്ഷെ കട നടത്താൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച സെൻഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. സബ്സ്ക്രൈബ്. അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തൊക്കെ അപ്ഡേറ്റ് ഉണ്ടാവും ദൈവത്തിന് അറിയാം.